എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കിസാൻ സമ്മാൻ നിധിയും ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് നിങ്ങളിൽ എത്തിക്കാനാണ് ഈ വീഡിയോ. അതായത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്നാണ് 19ാമത്തെ ഗഡു തുക ലഭിക്കുക എന്നുള്ളത്. സാധാരണ നമുക്ക് ജനുവരി മാസങ്ങളിലേക്ക് ലഭിക്കുന്നതാണല്ലോ, എന്തുകൊണ്ടാണ് ഇതുവരെ തുക ലഭിക്കാത്തതെന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ ബുക്ക് ട്യൂബ് എന്ന ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ കേന്ദ്ര കാർഷിക മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നാണ് ഈ തുക ലഭിക്കുക എന്നുള്ളത്. ഫെബ്രുവരി 24-ന് ഗുജറാത്തിൽ ഇതിൻ്റെ സൂചന നിർവഹിക്കും എന്നാണ് ഏറ്റവും പുതിയ വിവരം ലഭിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ വിവരം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഖദർ ആപ്പ് രജിസ്ട്രേഷനും അതിനെക്കുറിച്ച് ഉള്ള ഡൗട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഖദർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യുക മാത്രം നമ്മളിപ്പോൾ ചെയ്താൽ മതിയാകും. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അത് ചെയ്തില്ല എന്ന് കരുതി നിങ്ങളുടെ ഈ 19ാം ഗഡു തുക ലഭിക്കാതെ വരികയില്ല. നിങ്ങളുടെ KYCയിൽ എന്തെങ്കിലും പ്രോബ്ലമോ ലാൻഡ് പ്രശ്നമായി എന്തെങ്കിലും വന്നാൽ മാത്രമേ നിങ്ങളുടെ തുക ലഭിക്കാതിരിക്കുകയുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ഖദർ ആപ്പ് രജിസ്റ്റർ ചെയ്തില്ലെന്നോ ഖദർ ഇൻഷുറൻസ് എടുത്തില്ലെന്നോ കരുതി നിങ്ങൾക്ക് ഈ ഗഡു ഇനി വരുന്ന ഗഡുകളിൽ അതിൽ മാറ്റം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ വർഷത്തെ ഗഡുവിന് അതൊന്നും ബാധകമല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫെബ്രുവരി 24-ന് ഗുജറാത്തിൽ വെച്ചിട്ട് പ്രധാനമന്ത്രി ഇതിൻ്റെ സൂചന കർമ്മം നിർവഹിക്കും. നമുക്ക് 24 എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് അക്കൗണ്ടിലേക്ക് 24 അങ്ങനെ 25 തീയതികളിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു ചേരുന്നതാണ് എന്നാണ് ഏറ്റവും പുതുതായി അറിയാൻ കഴിഞ്ഞത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഔദ്യോഗികമായൊരു പ്രഖ്യാപനം വന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. എന്തായാലും ഒരുപാട് പേർ ഇതിനു വേണ്ടി കാത്തിരിപ്പുണ്ടാവുമെന്നറിയാം. അപ്പോൾ അവർക്ക് ഉപകാരമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.